ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നല്ലേ, ഇന്ന് June 2 സ്കൂൾ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. തലേദിവസം തന്നെ ചെറുപയർ പുതിർത്തിയത് കൊണ്ട് സമാധാനം. രാവിലെ എഴുന്നേറ്റപാട് പിന്നെ കറിക്കെന്താന്ന് നോക്കണ്ടല്ലോ. അപ്പോൾ ചെറുപയറിൽ ഒരു ഉള്ളി, ഒരു ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചെറുപയർ കറിയാണ് കേട്ടോ. ദോശക്ക് ഞാൻ പച്ചരി തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടി കഴുകിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് അടുക്കളയിൽ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. തവള. നമ്മുടെ വീട് വയലിൻ്റെ അരിയത്തായതുകൊണ്ട് തന്നെ പല ജാതി തവളകളും ഉണ്ടാവും കേട്ടോ. ചിലതൊക്കെ എങ്ങനെയെങ്കിലും അടുക്കളയിലൊക്കെ കയറി പറ്റും. ഉപ്പ ഒരുപാട് പരിശ്രമിച്ചിട്ടാട്ടോ അതിനെ പുറത്താക്കിയതിന് ശേഷം ഏട്ടാ ഞാൻ അരക്കുന്നത്. അഥവാ ഇതിലെങ്ങാൻ തുള്ളിയിട്ടുണ്ടെങ്കിൽ പിന്നെ തവള ഫ്രൈ ആക്കേണ്ടി വരും ദോശക്കല്ലുമെന്ന്. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് പച്ചരിയും നമ്മുടെ ഒരു കയ്യിലെ തന്നെ ചോറും കുറച്ച് ഉപ്പും ഇട്ട് ദോശക്കുള്ള അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ തലേന്ന് അങ്ങനെ അരച്ച് വെക്കൂല കേട്ടോ. ദോശ ഇതുപോലെ ചുട്ടെടുക്കുക. ഈ പണീൻ്റെ അടുക്ക് ഉപ്പയുമ്മയും ചായ ഉണ്ടാക്കുന്നത്. രാവിലത്തെ വെറും ചായ പാലില്ലാത്തതുകൊണ്ട് കേട്ടോ കട്ടനായി പോയത്. നമ്മൾ സ്വതവേ പാൽ ചായ അന്ന് രാവിലെ കുടിക്കുക. അപ്പോൾ കട്ടൻ ചായയും ബിസ്ക്കറ്റും കൂട്ടി പിന്നെ ദോശയും ചുടൽ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ദോശയാകുമ്പോൾ നമുക്കൊരു സമാധാനം. അത് പെട്ടെന്ന് അരച്ച് കലക്കിപ്പാർന്ന് വേഗം ചുട്ടെടുക്കാമല്ലോ, പെട്ടെന്ന് കഴിയും. അപ്പോൾ ഞാൻ ദോശ കുറച്ചാട്ടാ ഇപ്പോൾ ചുട്ടെടുക്കുന്നല്ലോ. കുട്ടികൾക്കുള്ള മാത്രം, ബാക്കി നമുക്കുള്ളത് പിന്നെ അവരെ മദ്രസയിൽ കൊണ്ടാക്കി വന്നതിന് ശേഷം ബാക്കി ചുട്ടെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ദോശ ചുടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എൻ്റെ ചായ കൂടി ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുക്കറും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വിസിൽ ശരിക്കും വർക്കില്ല. നമ്മളിങ്ങനെ തൊട്ട് കൊടുക്കണം ഇതൊന്ന് വിസിൽ വരണമെങ്കിൽ. വിസിലൊക്കെ അവിടെ നിന്ന് വരട്ടെ. നമ്മൾക്ക് ചെറുപയർ വറവിടാനുള്ള തേങ്ങാക്കൊത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മാനോട് വറവിടാൻ പറഞ്ഞിട്ട് അടുത്ത പണി മക്കളെ വിളിക്കാൻ പോയതാണ്. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വിളിക്കുമ്പോൾ തന്നെ എണീച്ച് കേട്ടോ. ഇവനെ വിളിക്കലാന്ന് ഏറ്റവും വലിയ പാടി. ഇവൻ ഭയങ്കര മടിയനാണ് രാവിലെ എഴുന്നേൽക്കാൻ. മക്കളെ യൂണിഫോമൊക്കെ ഞാൻ ഇതുപോലെ അയൺ ചെയ്ത് മടക്കി വെച്ചിരുന്നു. പക്ഷെ അവർ പറയുന്നത് യൂണിഫോം വേണ്ട, ഇന്ന് കളർ ഡ്രസ്സാണ് വേണ്ടു, ഇതെല്ലാവരും കളർ ഡ്രസ്സായിരിക്കും ഇടുക. അമ്മ ഞാൻ പറഞ്ഞാൽ കളർ ഡ്രസ്സ് ഇട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ചങ്ങായിനെ ഞാൻ ഹാളിൽ എത്തിച്ചിട്ടുണ്ട്. ഹാളിൽ എത്തിച്ചാൽ പിന്നെ ഈ സോഫയുമേലൊരു കിടത്ത്. ഇതും എനിക്ക് നിർബന്ധമാണ്. എത്ര നേരം വൈകിയാൽ ഇതുമേൽ കുറച്ച് സമയം കിടക്കണം, എന്നാലാന്ന് എനിക്കൊരു തൃപ്തിയാവും. അപ്പോൾ കുറേ പറഞ്ഞ് ഓനെ കുളിമുറി കാറ്റിയിട്ടാണ് കേട്ടാ. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പം മിഠായി ഒക്കെ ഉണ്ട്. മക്കൾക്ക് മിഠായി കൊടുത്തതാണ്. കുഞ്ചു പറയുന്നത് ഇന്ന് ഫസ്റ്റ് തന്നെ മിഠായി ഉണ്ട്, എന്തായാലും ഈ വർഷം തീർത്ത് മിഠായി ആയിരിക്കും. ഇതുപോലെ പാപ്പ തലേന്ന് വരുമ്പം കൊണ്ടുവന്ന കേട്ടോ. അപ്പോഴത്തേക്കോലെ ഉറങ്ങിപ്പോയിക്കാൻ അപ്പാടെ വെച്ചതാണ്. രാവിലെ തന്നെ ഇന്നത്തെ കടി വില മിഠായി. അതെന്തായാലും നല്ല ദിവസമായിരുന്നു. അങ്ങനെ മിഠായി എല്ലാം കഴിച്ച് പുറത്തേന്ന് നോക്കുമ്പോൾ ഇതാ അവസ്ഥ കേട്ടോ. സാധാരണ സ്കൂൾ തുറക്കലും കോട മഴയും തുടങ്ങലാണ്. ഇപ്രാവശ്യം മഴ നേരത്തെ തന്നെ കഴിഞ്ഞുകൊണ്ട് സ്കൂൾ തുറക്കുന്നൊന്നും മഴയൊന്നുമില്ല. നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമാണ് ഉള്ളത്. ഞാൻ ഇവിടെ നട്ടാ മക്കളെ മുടി വാർന്ന് കെട്ടിക്കൊടുക്കുക. പുറത്തുനിന്ന് കണ്ണാടിൻ്റെ മുന്നിൽ നിന്നൊന്നും വാർന്ന് കെട്ടിക്കൊടുത്താൽ എനിക്കൊരു ഇതാവില്ല. അപ്പോൾ പോകുന്ന ആൾക്കാരെയൊക്കെ കാണാം, കാറ്റും വിളിച്ചൊക്കെ കൊണ്ട് ഇവിടുന്ന് വാർന്ന് കെട്ടിക്കൊടുക്കാമല്ലോ. അങ്ങനെ രണ്ടാളെയും മുടി വാർന്ന് കെട്ടിക്കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട് വയലിൻ്റെ അടുത്താണ്. അപ്പോൾ വയലിലേക്ക് പശുവിനെ പുല്ല് കഴിക്കാൻ വേണ്ടി കെട്ടാൻ കൊണ്ടുവന്നതാട്ടാ ഈ കാണുന്നത്. ഇവിടെ പുറത്തിരുന്നാൽ ഇങ്ങനെ പശുവിനെയും മാട്ടിനെയും മേയ്ക്കാൻ പോകുന്നവരെയും പുല്ല് പറിക്കാൻ പോകുന്ന പെണ്ണുങ്ങളെയും ഒക്കെ കാണാട്ടാ. അപ്പം അടുത്താളെ മുടിയും വാർന്ന് കെട്ടിക്കൊടുക്കുന്നത്. ഇവർക്ക് രണ്ടാക്കും മഷാല നല്ലോണം മുടിയുണ്ട് കേട്ടാ. എത്ര നല്ലോണം ചിക്കെല്ലാം പോക്കി കെട്ടിക്കൊടുത്താലും പിറ്റേന്നുണ്ടാവും അതുപോലെ തന്നെ ആയിരിക്കും. ഇവനെ മുടി വാർന്ന് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വയ്യന്നെ നടന്നിട്ട് ഓടുന്ന ഇവൻ ഞാൻ തായെന്ന് ഉപ്പാപ്പാൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മൂന്നാക്കും ഭക്ഷണം എടുത്തു കൊടുത്ത്. ഇവർക്ക് കട്ടൻ ചായ കേട്ടാ. രാവിലെ ഇഷ്ടം പാൽ ചായനോട് അത്ര ഇഷ്ടമില്ല. ഇവരെ ഈ ഭക്ഷണം കഴിപ്പിക്കൽ ഭയങ്കര പ്രയാസമാട്ടാ. രാവിലെ എന്തെങ്കിലും കഴിക്കാണ്ട് പോലും മദ്രസ നേരെ സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടല്ലേ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കഞ്ഞിയോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ തന്നെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് കഴിപ്പിക്കാൻ നോക്കോട്ടാ ഞാൻ. മോൻ്റെ പ്രശ്നമില്ല കേട്ടോ. അവൻ മദ്രസം വിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിൻ്റെ മുന്നിൽ നിന്നാട്ടാ വണ്ടി കയറിപ്പോ. അവരതാണെങ്കിലും മദ്രസ വിട്ട് നേരെ അവിടെ നിന്ന് തന്നെ കയറിപ്പോ. അതുകൊണ്ട് പിന്നെ ഒരു ഭക്ഷണം കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. എങ്ങനെയെങ്കിലും മൂന്നാളെ ഉന്തി കാറ്റി കൊടുത്ത് വയറ്റിലെത്തിയ സമാധാനമല്ലേ ചായയും കുടിപ്പിക്കുന്നതിനെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് വാരി കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂന്നാൾക്കും വാരി കൊടുക്കേണ്ടി വരും. ഓളോട് ഇഷ്ടമല്ല, എന്നോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓൻ പറഞ്ഞ് എനിക്കും വാരിത്തരണം എന്ന് പറഞ്ഞാലും എനിക്കും വാരി കൊടുത്തു. അപ്പോൾ ചായയോടെല്ലാം കഴിഞ്ഞ് ഉപ്പാപ്പാനോട് ഉമ്മാമ്മനോടെല്ലാം സലാം പറഞ്ഞോലും മൂന്നാളും ഇറങ്ങിയിട്ടാ. ഇനി ഇവരെ മദ്രസിലേക്ക് കൊണ്ടാക്കി കൊടുക്കണം. മൂന്നാളെയും ഞാൻ തന്നെ ഏട്ടാ കൊണ്ടാക്കി കൊടുക്കുക. ഇനി ഈ മദ്രസിൽ കൊണ്ടാക്കി കൊടുത്ത് വന്നിട്ട് വേണം എൻ്റെ ബാക്കി ദോശ ചുടലും കലാപരിപാടിയൊക്കെ. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഇനി മൂന്നാളെ ബോട്ടിലും പ്ലേറ്റും കപ്പും ഒക്കെ ബാഗിലെടുത്ത് വെച്ച് രണ്ടാളെ ബാഗ് മദ്രസയിൽ കൊണ്ടു കൊടുക്കണം. അവിടെ നിന്ന് അവരെ മദ്രസയിലത്തെ ബാഗിങ് വാങ്ങിയിട്ട് സ്കൂളത്തെ ബാഗ് അവിടെ കൊടുത്തിട്ട് അവർ ബസ് കയറിപ്പോവും. മൂത്താളല്ല ഇളയാൾ മമ്മിക്കുട്ടനിങ്ങി വരും കേട്ടോ. അവൻ്റെ വണ്ടി ഇവിടുന്ന് അടുത്തുനിന്ന് അവർ. അപ്പോൾ ഞാൻ പ്ലേറ്റും ബോട്ടിൽ വെള്ളവും ഒക്കെ സെറ്റാക്കി ഞാൻ ഇത് കൊണ്ടു കൊടുക്കാൻ പോകാൻ. ഇനി രാവിലെ ആയാൽ ഒരു 5:30 to ഒരു 9:30 വരെ ഫുള്ള് ബിസി ആയിരിക്കും കേട്ടോ. ഇവരെ മദ്രസ് പറഞ്ഞാക്കലും ബാഗ് കൊണ്ട് കൊടുക്കലും മദ്രസിന് കൂട്ടലും സ്കൂളിൽ പറഞ്ഞാക്കലും ഒരേ തിരക്കായിരിക്കും. ഇവർക്ക് പെൺകുട്ടിയൊക്കെ രണ്ടാക്കും ഈ 2 ബാഗും മോനിക്ക് സ്പൈഡർമാൻ്റെ ഒരു ബാഗും ആട്ടാ വാങ്ങിയത്. ഇത് 2 ബാഗ് രണ്ടും ഒരുപോലെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന് ചെറുതുമാണ്, മൂത്താക്കേശം വലുതുമാണ് വാങ്ങിച്ചത്. ഈ ബാഗ് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും പെട്ടെന്ന് പെരങ്ങിയാ തിരിയട്ടാ. അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാൻ ബാഗും അവിടെ കൊടുത്ത് മോനെയും കൂട്ടി തിരിച്ച് വന്ന്. ഇനി ഇവന് സ്കൂളിൽ പറഞ്ഞാക്കലാണ് മെയിൻ അടുത്ത പരിപാടി. ഇവൻ്റെ വണ്ടി നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നാട്ടാ വരുമോ. പക്ഷേങ്കിൽ ഇവനിക്ക് ഭയങ്കര ഒരു ബേജാറാണ്. വണ്ടി വരുമ്പരെ മുറ്റത്ത് തന്നെ നിൽക്കണം. അത് ഞാനും നിൽക്കണം എൻ്റെ അടുത്ത് തന്നെ. ഇതാണ് കേട്ടോ മോന് വാങ്ങിയ കുട. അവന് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അപ്പം അവനിന്ന് കുടയെടുത്ത് പോകണം തന്നെ
തന്നെ നിർബന്ധം. പക്ഷേങ്കിൽ മഴയുമില്ല, വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് കാര്യം ഇവിടെ തന്നെ വന്നിറങ്ങുന്നത്. കുടേൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ അവനിക്കില്ല. അങ്ങനെ ബാഗും കുടയൊക്കെ പിടിച്ച് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ അവൻ പോകാനുള്ള തിരക്കെ പാടില്ല. അന്ന് കുട എടുക്കണ്ടെന്ന് പറഞ്ഞു തരാൻ അവന് മനസ്സോടെ ഏട്ടാ തിരിച്ച് തരുന്നത്. കുട എടുക്കാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ മഴ പെയ്യുമ്പോൾ എടുക്കാമല്ലോ, വേനിൽ കുടയെല്ലാം എടുത്ത് കാര്യമല്ല, മറ്റുള്ള കുട്ടിയൊക്കെ ബുദ്ധിമുട്ടാന്നെല്ലാം പറഞ്ഞു തരാൻ തിരിച്ച് തരുന്നതാണ്. എന്നാൽ സ്കൂളൊന്നും കൊണ്ടുപോകണ്ട, ഞാൻ ഇവിടെ തന്നെ ചൂടിക്ക് വെക്കാന്ന് പറഞ്ഞ് ചൂടി വെക്കുന്ന രംഗാട്ടാ ഇപ്പം ഇങ്ങളി കാണുന്നത്. എനിക്ക് നല്ല സങ്കടമുണ്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് കുട്ടികളൊന്നും കാണിക്കാൻ പറ്റാത്തതിൽ. അങ്ങനെ വണ്ടി അങ്ങോട്ട് പോയി കേട്ടാ, തിരിച്ചു വരുമ്പോൾ നമ്മൾ കാര്യം. അപ്പോൾ വണ്ടി വന്ന് അവൻ പോയി. ഇനി ആട്ടാ എൻ്റെ ചായ കുടിയൊക്കെ തുടങ്ങാം. എനിക്ക് കഴിക്കാൻ അവരെ 3 പ്ലേറ്റിലുണ്ടാവും കേട്ടോ ബാലൻസ്. അതൊക്കെ കൂടി ഒരു പ്ലേറ്റിലാക്കി ഞാനൊരു ദോശ എക്സ്ട്രാ എടുത്ത് കഴിക്കുന്നതാട്ടെ ഇങ്ങളി കാണുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ ഇടവലത്തുള്ള ബീച്ച വന്നിട്ട് പറഞ്ഞ് കുറേ മാങ്ങ വീണിട്ടുണ്ട്, ഇനി സഞ്ചി എടുത്ത് വന്നാൽ പെറുക്കിയെടുക്കാം. അങ്ങനെ പോയി പെറുക്കേണ്ടി ഒന്നും വന്നില്ല, ബീച്ച പെറുക്കി വെച്ചിരുന്നു. അതൊക്കെ എടുത്ത് സഞ്ചിയിലാക്കി തിരിച്ചു വന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ സ്കൂൾ തുറക്കുമ്പോൾ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബായ്.